മഹീന്ദ്ര ആൽഫ ബലവാനായ വണ്ടി 2013 വണ്ടി ഗുഡ്സ് 2017 വണ്ടി. ഇതിന് 9 മാസം ബാക്കി പേപ്പർ കിടപ്പുള്ളൂ. ഇനി ഒരു 9 മാസം പേപ്പർ. ക്ലിയർ ആയിട്ട് വില പറയുക. ഈ വില പറയുന്നില്ല എന്നൊരു പരിഭവം വേണ്ട. ക്ലിയർ ആയിട്ട് വില പറയുക. 3 വണ്ടി 2013 ബലവാനായ വണ്ടി. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. പിന്നെ നമ്മൾ ഈ പറയുന്നതും പ്ലസ് RTO ചിലവാണ്. അത് കാരണം RTO ഓഫീസിലെ ചിലവ് ചെയ്യാതെ പറ്റത്തില്ല. ഏത് വിലയ്ക്ക് നമ്മൾ ഉറപ്പിക്കുന്നു എന്നും കരുതി ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 20,000 രൂപയ്ക്ക് ഒരു പെട്രോൾ ഓട്ടോറിക്ഷയുടെ കേസ് കിട്ടും. അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ഈ 18 രൂപയേ ഉള്ളായിരുന്നു. ഞാൻ ആ 18 രൂപയ്ക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഈ വേറൊരു മാർഗ്ഗമില്ല. എന്നോട് പറഞ്ഞു, ചോദിച്ചാട്ടോ കോട്ടയത്തു നിന്നാണ് വന്ന്, എൻ്റെ കയ്യിൽ 18 രൂപയേ ഉള്ളൂ, ആ റേറ്റിന് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു കൂട്ട്. എന്നും കരുതി നിങ്ങൾ നാളെ ഇതിന് വന്ന് എൻ്റെ 40 ഉള്ളതെന്ന് പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല. പറഞ്ഞത് ഏതാ ചെറിയ വിട്ടുവീഴ്ചകൾ ആരോടും ചെയ്യും ഞാൻ, നമ്മളും ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വണ്ടി നമുക്കൊരു 1,10,000 രൂപയ്ക്ക് ഞാൻ കൊടുക്കാം. ഒരു 2013 നവംബർ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. കണ്ട സീറ്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചിരുന്നു, നല്ല നീറ്റ്. ഓക്കെ, കണ്ട. ഇനി 2010 പിയാജിയോ ആപ്പേ പാസഞ്ചർ 2010 വണ്ടി. കണ്ട തകിടടിച്ചേക്കുന്നൊക്കെ വണ്ടിയാണ്. 2010 വണ്ടി. ഈ വണ്ടി നമുക്കൊരു 75 പേരിക്കൂട്ടിനും കൊടുക്കാം. 75,000 രൂപയ്ക്കും പേരിക്കൂട്ടിനും കൊടുക്കാം. ആ വണ്ടി അത് കൊടുക്കാം. പിന്നെ കിടക്കുന്ന നമ്മുടെ മഹീന്ദ്ര ആൽഫ 2012 വണ്ടി. വീണ്ടും ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞതാണ്. ആ റേറ്റ് വീണ്ടും ഇനി അത് പറഞ്ഞില്ല, ഓർത്തില്ലെങ്കിൽ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയും. നമുക്കൊരു 95 രൂപയ്ക്ക് കൊടുക്കാം. 95,000 രൂപയ്ക്ക് കൊടുക്കാം. ഇൻഷുറൻസ്, പുത്തൻ ഇൻഷുറൻസ് തീർന്ന് കിടക്കുക, എടുത്തു കൊടുക്കും. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. ചട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലൊന്ന് കണ്ടു. ഇതിനകത്തൊന്നും ഏതെങ്കിലും ഒരു വാഹനം എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്നെ വെറുക്കുന്നവരായാലും എന്നെ ഇഷ്ടപ്പെടുന്നവരായാലും അവർക്ക് ഇത്രയും കിടക്കുന്ന വാഹനങ്ങൾക്കകത്തുനിന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വാഹനമെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ വിളിക്കുന്നവർ, നിങ്ങളുടെ സ്ഥലമൊക്കെ നമുക്കൊന്ന് കമൻ്റ് ഇട്ട് എപ്പോൾ വിളിക്കുന്നവർ ബീച്ചേട്ടാ, ഹായ് ബീച്ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവർ, എനിക്ക് സന്തോഷമാണ്. അപ്പോൾ അവരെല്ലാവരും അവരുടെ സ്ഥലം കൂടെയൊക്കെ എനിക്കൊന്ന് കമൻ്റ് ഇട്ട് ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നതെങ്കിലും കഴിവതും അവരുടെ ഫോൺ നമ്പരും ഒക്കെ ഇട്ട് എനിക്കൊന്ന് തരണം. കാരണം ഞാൻ ചിങ്ങമാസം 1-ാം തീയതി, അതായത് അത്തത്തിന് ഞാൻ ഒരു ചെറിയ, അതായത് നമ്മളൊരു സാധാരണക്കാരനാണല്ലോ. അപ്പം ഏതെങ്കിലും ഒരു സാധാരണക്കാർക്ക്, എന്നെ ഫോളോ ചെയ്യുന്നു, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഒരു വാഹനം തികച്ചും സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് ഞാൻ മനസ്സിലാഗ്രഹിക്കുകയാണ്. അതിന് എൻ്റെ ദൈവതമ്പുരാനൂടെ എനിക്ക് അതിനുള്ള സാഹചര്യം തന്നാൽ തീർത്തും ഏതെങ്കിലും ഒരു സാധാരണക്കാരന്, ഒരു നിവൃത്തിയില്ലാത്ത ഒരാൾക്ക് ഒരു വാഹനം കൊടുക്കണം എന്ന് ഞാൻ മനസ്സിലാഗ്രഹിക്കുന്നു. അത് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ എന്നെ വിളിക്കുന്നവരെല്ലാം അവരുടെ ഫോൺ നമ്പരും അവരുടെ സ്ഥലവും ഒക്കെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ആ കമൻറ്റിൽ ഒന്നിട്ട് തരണം എന്ന് ഞാൻ താഴ്മയായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കേരളം മൊത്തം മഴയെന്നാകട്ടെ, അപ്പോൾ ഇവിടെ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൂത്തിട്ടിങ്ങോട്ട്, നമ്മുടെ പിള്ളാച്ചൻ തൂത്തിട്ടിങ്ങോട്ട് മാറും, വീണ്ടും മഴ പെയ്യും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി കണ്ട നോക്കിയാട്ടെ, നമ്മുടെ സുൽത്താൻ പിയാജിയോ ആപ്പേ പാസഞ്ചർ സുൽത്താൻ, ഈ വണ്ടി നമുക്ക് 2011 വണ്ടി നമുക്കൊരു 75 രൂപയ്ക്ക് കൊടുക്കാം. 75,000 രൂപയ്ക്ക് കൊടുക്കാം. ഇൻഷുറൻസ് തീർന്ന് നിൽക്കുന്ന ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. 75,000 രൂപയ്ക്ക് കൊടുക്കാം. വില പറയുന്നില്ല എന്നുള്ള ഒരു പരിഭവം എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രേക്ഷകർ പറയുന്നു ഞാൻ വില പറയുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന്. അപ്പോൾ അങ്ങനൊന്നും ഒരു ബുദ്ധിമുട്ട് വേണ്ട. നമ്മളൊരു സാധാരണക്കാരനല്ലയോ, നമ്മൾ കൂടെ ജീവിച്ചൊക്കെ പൊക്കോട്ടെ. അപ്പം വില പറയുന്നു 75 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. പിന്നെ ഇനി എന്താ പറയുന്നത്? ഇനി 2013 വണ്ടി, അതുൽ വണ്ടി 2013 അതുൽ, ഒറ്റ ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നോക്കിയാട്ടെ, ടെസ്റ്റായി കിടക്കുക. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1,10,000 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1,10,000 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 2011 12-ാം മാസം 2012 രജിസ്ട്രേഷൻ
പിയാജിയോ ആപ്പ് പാസഞ്ചർ പവർ സ്റ്റാർട്ട് ആക്കിയേക്കുന്നതാണ്. അതായത് നമുക്ക് ഈ പുതിയ വണ്ടിയുടെ കൂട്ട് തന്നെ നമുക്ക് ഡീകംപ്രഷൻ പിടിക്കാതെ പവർ സ്റ്റാർട്ട് ക്ലച്ച് ഒന്ന് പിടിച്ച് താക്കോലം അടിച്ചാൽ മതി, വണ്ടി സ്റ്റാർട്ടാണ്. അങ്ങനെ ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. നോക്കേട്ടോ, നല്ല നീറ്റ് വണ്ടിയാണ്. നമുക്ക് 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. 1,05,000 രൂപയ്ക്ക് കൊടുക്കാം. ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ഇനി എന്താണ് കിടക്കുന്നത്? ജന്നത്ത് 2012 വണ്ടി. അല്പം കൂടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിനെക്കാട്ടി ഇച്ചുള്ള കൂടുതൽ. അപ്പം നമുക്കിതൊരു 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. 1,10,000 രൂപയ്ക്ക്. നവംബർ വണ്ടി. 2013 നവംബർ വണ്ടി. ഒറ്റ വർഷം പേപ്പർ ഫാം. ചിലർ മലപ്പുറംകാരൊക്കെ ചോദിക്കുവേ ബ്രേക്ക് എടുത്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് CF എടുത്തോ എന്നാണ് എൻ്റെ ബലമായ ഒരു സംശയം. CF ആണെങ്കിൽ ഒറ്റ വർഷത്തെ പേപ്പർ 1,30,000 രൂപയ്ക്ക് കൊടുക്കണം. ഒറ്റ വർഷത്തെ പേപ്പർ. പിന്നെ എന്തെങ്കിലും കൂടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞേക്കുന്നതിനകത്തിലെല്ലാം എന്തെങ്കിലും കൂടെയൊക്കെ ഞാൻ ചെയ്തു തരും. ഞാനൊരു സാധാരണക്കാരനാണ്. എന്തെങ്കിലും കൂടെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും. കടുംപിടുത്തമൊന്നുമില്ല, കട്ടായങ്ങളൊന്നുമില്ല. ഇന്നും പോയി 2-3 വണ്ടി. ഇന്ന് പോയത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. എൻ്റെ ഷോർട്സ് നോക്കി അറിയാം. നമ്മുടെ ഇതിനകത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് കയറ്റി വിട്ടേക്കണേ. നമ്മൾ ഒരു പാവം പിടിച്ചവനാണ്. നമ്മളും കൂടെ സൈഡ് വഴി അങ്ങ് പൊക്കോട്ടെ. ഓക്കെ, ക്ലിയറായിട്ട് വില പറയുക. ഈ വില പറയുന്നില്ല എന്നൊരു പരിഭവം വേണ്ട. ക്ലിയറായിട്ട് വില പറയുക. ഓക്കെ, ഇനി വന്നോ. 2013 ഡിസംബർ വണ്ടി. 2013 ഡിസംബർ വണ്ടി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചതാണ് സീറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇത് നമുക്കൊരു 1,30,000 രൂപയ്ക്ക് കൊടുക്കാം. 1,30,000 രൂപയ്ക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കൂട്ടൊക്കെ തന്നെ നമ്മുടെ ഒരു ക്ഷീണത്തിന് വേണ്ടി നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി ഒരു 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നമുക്കൊന്ന് വെയിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. നമ്മുടെ ഓട്ടോക്കാരുടെ, ഞാനൊരു ഓട്ടോക്കാരനായിരുന്നു. നമ്മുടെ ഓട്ടോക്കാരുടെ ജീവിതത്തിൽ ചിലയിടത്ത് പോയി പെട്ടെന്നൊന്ന് ഓടി ഇങ്ങനെ തിരിച്ചു വരാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് കേട്ടോ, എന്തെങ്കിലും എമർജൻസി കേസ് കേട്ടോ, നമുക്കറിയാവുന്നവരുടെ വീടുകളിൽ പോവുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ നമ്മളൊരു 10 മിനിറ്റ്, 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, ചിലപ്പോൾ 4-5 മണിക്കൂർ, ചിലപ്പോൾ ഒരു ദിവസത്തിനടുത്ത് നിൽക്കേണ്ട ബുദ്ധിമുട്ടുകൾ വരുന്ന ഡ്രൈവർമാരുണ്ട്. എനിക്കിതെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനോ ഞങ്ങൾക്കൊന്ന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ നമുക്കൊന്ന് മൊബൈൽ കാണാനോ റെസ്റ്റ് എടുക്കാനോ ഒക്കെ ഞങ്ങൾക്കും വേണ്ടായോ ഒരു സൗകര്യം. അപ്പോൾ ഇടിച്ചു കയറി അവരുടെ ഫാമിലിയുടെ വീട്ടിലോട്ട് നമുക്കും അങ്ങ് ഇടിച്ചു കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല. അപ്പം നമ്മുടെ വാഹനത്തെ നമ്മുടെ സ്വാതന്ത്ര്യമായിട്ടൊന്ന് കിടക്കണമെങ്കിലോ ഇരിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് പറ്റുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും സെറ്റ് വർക്ക് കാര്യങ്ങളെ സെറ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കിട്ടുന്ന വാഹനത്തിനകത്ത് ഒരു സ്ക്രൂ പോലും ഞാൻ അയച്ചെടുക്കത്തില്ല. എനിക്ക് വരുന്ന കച്ചവടത്തിനായിട്ട് ഞാൻ മേടിക്കുന്ന വാഹനത്തിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ അതിലുണ്ടോ ആ സാധനങ്ങളെല്ലാം സഹിതം തന്നെ ഞാൻ അവർക്ക് കൊടുത്തുള്ളൂ. ഈശ്വരൻ സാക്ഷി. ഞാൻ ആ സ്പീക്കർ ഉരുവോ ഞാൻ ആ ടേപ്പ് അഴിച്ച് വീട്ടിൽ വെക്കുമോ ഇതൊന്നും ഞാൻ ചെയ്യത്തില്ല. ഇവിടെ കിടക്കുന്ന 4-5 വണ്ടിക്കകത്ത് ടേപ്പും കാര്യങ്ങളും എല്ലാം പോകും. ഞാനിതൊന്നും എടുക്കത്തില്ല. അങ്ങനെയുള്ള കാശ് എനിക്ക് വേണ്ട. അതെൻ്റെ ഒരു നിർബന്ധമാണ്. പിന്നെ ചിലർ വന്നിട്ട് പറയും ഇതിനകത്തുള്ള സീറ്റ് എടുത്ത് അതിന് വെച്ച് കൊടുക്കാം. അതും ചെയ്യത്തില്ല. അങ്ങനെയും ചെയ്യത്തില്ല. ഈ വണ്ടിക്ക് ഏതൊക്കെ സാധനങ്ങൾ ഇതിലുണ്ടോ ആ വണ്ടി വാങ്ങുന്നവർക്ക് അത് മാത്രം. അല്ലാതെ ആ വണ്ടിയുടെ എടുത്ത് ഇതിന് വെച്ച് ഈ വണ്ടിയുടെ എടുത്ത് അതിന് വെച്ച് അങ്ങനെയുള്ള കച്ചവടം ഇവിടെ ഇല്ല. ശരി, ഓക്കെ. ഇനി എന്തോ എവിടുന്ന് വരുവാ? ആലായി. എന്തോ പേര്? ഡാനി. അപ്പോൾ ഡാനി വേണ്ട വന്ന ഒരു പെട്ടിവണ്ടിക്കും ഒരു ഓട്ടോറിക്ഷ ഒരു പാസഞ്ചറിനും വേണ്ടി ഡാനി നമ്മുടെ സ്ഥാപനത്തിൽ വന്ന വേണ്ട ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാട്ടെ. ഡാനി പറഞ്ഞ് നൊന്തിട്ടില്ല മോനെ. ആ കിലോമീറ്റർ കാണി, നിസ്സാര കിലോമീറ്റർ. 2021 12-ാം മാസം വണ്ടി, 2 വർഷം പേപ്പറോട് കൂടി കിടക്കുന്നു. ഈ വണ്ടി നമുക്കൊരു 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. ഇനി ഇതിനകത്ത് പലരും ഈ കമൻറ്റ് പറയുന്നുണ്ട്. കാരണം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഈ റേറ്റ് പറയുന്നില്ലെന്ന് വന്നെടുത്തോണ്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നവർ അതിൻ്റെ റേറ്റ് ഞാൻ പറയുന്നുണ്ട്. അവർ കൊണ്ടുപോയി അവരുടെ വീട്ടിലിട്ട് കട്ട് ചെയ്യുന്ന ഇതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല. പറഞ്ഞാൽ മനസ്സിലായില്ല. അവരത് കട്ട് ചെയ്യുന്ന ഞാൻ പറയുന്ന റേറ്റ് എല്ലാ വണ്ടിക്കും നമ്മൾ വാഹനങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്.
പക്ഷേ വിറ്റ വാഹനത്തിൻ്റെ റേറ്റ് ഞാൻ ഒരിക്കലും പറയത്തില്ല. അതിനകത്ത് ഇനിയും നമ്മുടെ ഇഷ്ടപ്പെടുന്നവർ പണിയാലും കുഴപ്പമില്ല. കാരണം ഒരാൾ എടുത്തേക്കുന്ന വാഹനത്തിൻ്റെ വില മറ്റൊരാൾ അറിയാൻ പാടില്ല. അതാണ് എൻ്റെ പോളിസി. പറഞ്ഞത് വേണ്ടേ? ഇത് 2012 വണ്ടി, 2012 ബജാജ് പിയാജി ആപ്പെ ഗുഡ്സ് 2012. ഇത് ടെസ്റ്റല്ല, ടെസ്റ്റായി ഞാൻ ടെസ്റ്റ് ചെയ്യണം. ഇതിന് ഞാൻ പെയിൻ്റ് അടിച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ വണ്ടി ഞാനൊരു 85,000 രൂപയ്ക്ക് കൊടുക്കാം, 85 രൂപയ്ക്ക് കൊടുക്കാം ഈ വണ്ടി. ഇതിപ്പോൾ കണ്ട് ഇതിന് കമൻറ്റ് കാര്യങ്ങൾ ഇത് അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറയല്ലേ. കാരണം ഇത് ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞു, ഇത് നമ്മളിനി പെയിൻറ്റ് ചെയ്യണം. ഗുഡ്സ് വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ ഇത് നമുക്കൊരു 85,000 രൂപയ്ക്ക് ടെസ്റ്റ് കഴിഞ്ഞ് കൊടുക്കാം, ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വാഹനം. ഇനി അടുത്തത് 2017 പിയാജിയോ ഗുഡ്സ്, 2017 വണ്ടി. ഇതിന് 9 മാസം ബാക്കി പേപ്പർ കിടപ്പുണ്ട്. ഇനി ഒരു 9 മാസം പേപ്പർ. ഈ വണ്ടി നമുക്കൊരു 1,30,000 രൂപ റേഞ്ച് കൊടുക്കാം. 1,30,000 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആപ്പ അത് ഗുഡ്സാണ്, ആപ്പയുടെ ഗുഡ്സ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതുണ്ട് നോക്കിയാണ്, 9 മാസം ഉള്ള അതിന് ഇനി പേപ്പറും കാര്യങ്ങളും കഴിഞ്ഞില്ല. ഇനി അടുത്തത് 2014 വേണ്ട, നമ്മൾ നമ്മുടെ തന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ടൊന്നും കണ്ട ചില പാച്ച് വർക്കും പരിപാടിയും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ 2014 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, കായംകുളം വണ്ടി, 2014 വണ്ടി. ഈ വണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് മറ്റൊരു 1,05,000 രൂപയ്ക്ക് കൊടുക്കാം, 1,05,000 രൂപയ്ക്ക്. ഗുഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട്. വേണ്ട, തട്ട് മാറിയിട്ടിരിക്കുകയാണ്, ഞാനങ്ങ് മാറാം. അതിൻ്റെ തട്ട് മാറി, തട്ടിന് അല്പം തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ മാറിയിട്ടിരിക്കുകയാണ്. ആ സീറ്റിന് ഇച്ചിരി അപാകതയുണ്ട്. ടെസ്റ്റിന് വേണ്ടി സീറ്റെല്ലാം പുതിയ സീറ്റ് ചെയ്യും. ഞാനിപ്പോൾ അത് പണിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ വിലയും ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, വേണ്ട അകവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതെല്ലാം ഇനിയും പെയിൻറ്റ് ചെയ്ത് വൃത്തിയായിട്ട് കാണിക്കും, വൃത്തിയാക്കുന്നുണ്ട്. ബീച്ചേട്ടാ, ഈ നമ്മുടെ സ്ഥാപനം ഇതോടായിട്ടാണ് വരുന്നത്. നമ്മുടെ സ്ഥാപനം 100 ഏക്കർ എന്നറിയപ്പെടും, 100 ഏക്കർ അല്ലെങ്കിൽ ജില്ലാ കൃഷിത്തോട്ടം, ആലപ്പുഴ ജില്ലാ കൃഷിത്തോട്ടം. അതാണ് കൊണ്ടാണ് കാണുന്നത് അഗ്രികൾച്ചറൽ ഫാം അല്ലെങ്കിൽ ജില്ലാ കൃഷിത്തോട്ടം. ആ ജില്ലാ കൃഷിത്തോട്ടത്തിന് നേർ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ ഒരു ഹിന്ദുസ്ഥാൻ്റെ പെട്രോളിയം പമ്പും ഉണ്ട്. അപ്പം എല്ലാവരും നമ്മളെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ബീച്ചേട്ടൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അമൽ ഓട്ടോ ലാൻഡ്സ്.